ഹലോ, ദിസ് ഈസ് ജോബിൻ തോമസ് ഫ്രം ജോബിൻസ് ട്രെയിനിങ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. പിന്നെയും ആൾക്കാർ UK PR കുറിച്ച് പാനിക്കാവുന്നു. നീ പറഞ്ഞത് ശരിയല്ല, നീ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അതായത് നീ പറഞ്ഞത് ഇപ്പം നിലവിലുള്ള ആൾക്കാരെ ഇത് ബാധിക്കില്ല എന്നാണ്, ഒന്നും പേടിക്കേണ്ടെന്നാണ്. അങ്ങനെയല്ല കാര്യം. യഥാർത്ഥത്തിൽ നിലവിലുള്ള ആൾക്കാരെ ഇത് ബാധിക്കും. നിലവിലുള്ള ആൾക്കാർക്ക് 5 വർഷം കഴിഞ്ഞിട്ട് PR അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർ 10 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാ ലിങ്ക് പിടിച്ചോ, BBC ന്യൂസിൻ്റെ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എനിക്ക് മെസ്സേജൊക്കെ ചെയ്തു തന്നു. പക്ഷേ ഈ ലിങ്ക് ഞാൻ നേരത്തെ കണ്ടതാണ്, ഞാൻ ശ്രദ്ധിച്ചതാണ്. BBC ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഫൈനൽ അതോറിറ്റി ഒന്നല്ലോ, അവരല്ലോ റൂള് ഇവിടെ ഉണ്ടാക്കുന്ന. UK റൂൾ ഉണ്ടാക്കുന്നതിൽ കുറേയധികം ചടങ്ങുകളുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ റൂളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് സ്റ്റേജസ് ഉണ്ട്, അതിൻ്റെതായ പ്രോസസ്സ് ഉണ്ട്. ഞാനത് ഇന്നലെ പറഞ്ഞതാണ്. ഓക്കെ, UK ഉള്ളൊരു ന്യൂസ് ഏജൻസി മാത്രമാണ് BBC ന്യൂസ് എന്ന് പറയുന്നത്. അതും അവരുടെ ന്യൂസ് ഔട്ട്ലെറ്റിൽ മാത്രം വന്നൊരു സംഭവമാണ്, ന്യൂസ് നോട്ട്സിൽ വന്ന ഒരു സംഗതി മാത്രമാണ്, പേപ്പറിൽ വന്ന് മാത്രമാണ്. അല്ലാണ്ട് അവർ യൂട്യൂബിലോ അല്ലെങ്കിൽ അവരുടെ ചാനൽസിലോ ഒന്നും ഇതിനെക്കുറിച്ച് വെർബലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് അവരുടെ അസംഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആകാം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അത് ഡെഫിനറ്റ് ആയിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു റൂള് UK എസ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ, പ്രത്യേകിച്ചും ഇമിഗ്രേഷൻ പോണക്കുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റൂള് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഏകദേശം ഒരു വർഷം എടുക്കും ഇത് ഇംപ്ലിമെൻ്റ് ആകണമെങ്കിൽ. ഇപ്പം ജസ്റ്റ് ഒരു പ്രപ്പോസലാണ് വന്നിരിക്കുന്നത്. അത് ഇനി ഡിസ്കഷനിൽ വെക്കും, റിവ്യൂവിൽ വെക്കും. ഓപ്പോസിഷൻ പാർട്ടിക്ക് അവരുടെ അഭിപ്രായം പറയാം, ബാക്കിയുള്ള ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ അവരുടെ അഭിപ്രായം പറയാം, പബ്ലിക്കിന് അവരുടെ അഭിപ്രായം പറയാം. അങ്ങനെ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ച്, ക്രിറ്റിസിസം എല്ലാം സ്വീകരിച്ചിട്ട് പിന്നെയും ഡിസ്കഷന് വെക്കും. പിന്നെ ഇതെല്ലാം ഡിസ്കഷനെല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫസ്റ്റ് റീഡിംഗ് ഉണ്ടാവും, പിന്നെ സെക്കൻഡ് റീഡിംഗ് ഉണ്ടാവും. ആ ഫസ്റ്റ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗും ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ ഫർദർ ഡിസ്കഷനും ഫർദർ ഒപ്പീനിയനും ഉള്ള സമയമാണത്. പിന്നെ തേർഡ് റീഡിംഗ് ഉണ്ടാവും. ഈ തേർഡ് റീഡിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും വെയിറ്റ് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഒപ്പോസിഷൻ വരുന്നുണ്ടോ, ഇത് എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങളാണെന്ന് പിന്നെയും പരിശോധിച്ചിട്ട് പിന്നെ റോയൽ അസെൻറ്റ് കഴിഞ്ഞ് അങ്ങനെ ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിന് കുറേയധികം സമയം പിടിക്കും. ഇപ്പം നിലവിലുള്ള ആൾക്കാരെ ബാധിക്കാമെന്ന് വിചാരിച്ചു. അവർ 5 വർഷം കഴിഞ്ഞിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്രയോ ആൾക്കാർ ഇത് പച്ചയായിട്ടുള്ള സത്യമല്ലേ, ഇതൊരു ചീറ്റിംഗ് ആണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ബിട്രയലാണെന്നുള്ള കാര്യം വളരെ പച്ചയായിട്ടുള്ള കാര്യമല്ലേ. അത് തന്നെയല്ലേ ഇന്ന് പാർലമെൻറ്റിൽ, UK പാർലമെൻറ്റിൽ ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചത് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർ വലിഞ്ഞു കയറി വന്ന ആൾക്കാരല്ല, അവർക്ക് ഒരു ഹോപ്പിൻ്റെ പുറത്ത് വന്നതാണ്. അവർക്ക് 5 വർഷം കഴിഞ്ഞ് PR കിട്ടും എന്നുള്ളതുകൊണ്ട് വന്നതാണ്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിട്ട് വന്നതല്ല. അവർക്ക് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, ദുബായിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഈ പറഞ്ഞ PR കിട്ടും, സിറ്റിസൺഷിപ്പ് കിട്ടും, മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടും എന്നൊക്കെ വിചാരിച്ച് മാത്രം വന്ന ആൾക്കാർ, എനിക്ക് കുറേ ആൾക്കാർ എനിക്കറിയാം. അവരൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്, അല്ലാണ്ട് അവർക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്ന ആൾക്കാരല്ല. ഓക്കെ, അങ്ങനെ മനസ്സിൽ വിചാരിച്ച് വരുന്ന ആൾക്കാരെ പെട്ടെന്ന് അല്ലല്ല നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് 10 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ബിട്രയലല്ലേ. UK ഒരു രാജ്യം അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഒരു കാരണവശാലും BBC അല്ല അതിനേക്കാളും വലിയ ഏജൻസി റിപ്പോർട്ട് ചെയ്താലും എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല, അൺലെസ് ഗവൺമെൻറ് പറയുന്നതോളം വരെ. അതായത് ഗവൺമെൻറ് റൂളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോളം വരെ, റോയൽ അസെൻറ്റോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോളം വരെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെവി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നെ യൂട്യൂബേഴ്സിന് അവർക്ക് വ്യൂസ് കിട്ടണം. ഈ മിക്കവാറും യൂട്യൂബേഴ്സ് ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ പറയുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് കൂടെ സിറ്റിസൺഷിപ്പായി വളരെ സമാധാനമായിട്ട് ഒരു വറീസും ഇല്ലാണ്ട് അവരിങ്ങനെ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു ടൈം പാസ് വന്നിട്ട് ആൾക്കാരെ പാവം പിടിച്ച ആൾക്കാർ ഇവിടെ 2020-ലും 2021-ലും ഒക്കെ വന്ന പാവം പിടിച്ച നേഴ്സുമാരെയും കെയറേഴ്സിനെയാണ് ഇങ്ങനെ കിടന്ന് അവരെ ടെൻഷൻ അടുപ്പിക്കുന്നത്. ഇതാ പിടിച്ചോ, നിങ്ങളെ PR ഇല്ല, 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി എന്നൊക്കെ പറഞ്ഞ് എന്ത് ജോക്കാണ് ഇത്. റൂളായിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇതൊരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ മാത്രമാണ്, ഒരു പ്രൊപ്പോസൽ മാത്രമാണ്. ആ പ്രൊപ്പോസൽ വന്നപ്പോൾ തന്നെ എത്രയോ ഒബ്ജക്ഷൻസ് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? എവിടുന്ന്? ഈ പറഞ്ഞ MPമാരുടെ അടുത്ത് നിന്ന്, പാർലമെന്റിലൊക്കെ നാഗശികാന്ത് എതിർക്കുവാണ് ഈ സംഭവത്തെ. ഇത് ഭയങ്കര ബിട്രയൽ തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ മെൻഷൻ ചെയ്യായിട്ട് ഇപ്പം നിലവിലുള്ള ആൾക്കാരെ ബാധിക്കുന്ന ഉറപ്പിച്ച് പറയായിട്ട് തന്നെ ഭയങ്കര ക്രിറ്റിസിസമാണ്. നിങ്ങൾക്ക് ഒരു ഹോം സെക്രട്ടറി പറഞ്ഞ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ, അതായത് ഇപ്പം നിലവിലുള്ള ആൾക്കാരെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ബിട്രയൽ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഹോം സെക്രട്ടറി പറഞ്ഞത് ഇത് റൂളായിട്ടില്ല, ജസ്റ്റ് ഒരു പ്രപ്പോസലാണ്, ഇത് ഇനിയും ഡിസ്കഷനിലിടും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് അഭിപ്രായം പറയാം, ഏകദേശം ഒരു വർഷം എടുക്കും, എന്നിട്ടത് റൂളാകത്തുള്ളൂ, അത് നിലവിലുള്ള ആൾക്കാരെ അത് ബാധിക്കത്തില്ല എന്നാണ് ഹോം സെക്രട്ടറി പറഞ്ഞത്. പാർലമെന്റിൽ പറഞ്ഞ സംഗതിയാണ്. നമുക്ക് എന്തിനാണ് നിങ്ങൾ വറി ചെയ്യുന്നത്? ആവശ്യമില്ലാണ്ട് വറി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോൾ ഇനിയും സമയം എടുക്കുമല്ലോ, അത് റൂളാകട്ടെ, ശ്രമിക്കുക, റൂളായിട്ട് വരട്ടെ.
അതുവരെ നിങ്ങൾ ക്ഷമിക്കുക. റൂളായതിനു ശേഷം ആര് വേണമല്ലോ എന്ത് വേണം പറഞ്ഞു, റൂളായ സംഗതി പറഞ്ഞു. റൂളായ സംഗതി പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അത് ഒറിജിനൽ സോഴ്സിൽ നിന്നാണല്ലോ പറയുന്നത്. ഇങ്ങനെ ഒരു സോഴ്സ് ഇല്ലാത്ത പക്ഷം എവിടുന്നേലും ഏറിയെന്ന് എടുത്തിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് പറയരുത് ഒരാളും. അത് തെണ്ടിത്തരെന്ന് തന്നെ പറയാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം 2020, 2021 വന്ന കെയറേഴ്സിനോടും നേഴ്സസിനോടും എനിക്ക് പറയാനുള്ളത്, ഇത് റൂളായിട്ടില്ല, നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമില്ല. ഹോം സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പാർലമെന്റിൽ പറഞ്ഞത് ഇത് നിലവിലെ ആൾക്കാരെ ബാധിക്കില്ല എന്നാണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. വേറെ ന്യൂസ് ഏജൻസിയിൽ വരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അത്രയ്ക്കും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസിയാണ് BBC, പക്ഷേ അവരുടെ അസംഷനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. സമയമുണ്ട്, ഡിസ്കഷനിൽ വെച്ച് പതുക്കെ ഇത് റൂളായിട്ട് വരത്തുള്ളൂ. അതുവരെ നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾക്ക് വറീഡ് ആകാണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിപ്രസ്ഡ് ആകാണ്ട് പോസിറ്റീവ് ഔട്ട്ലുക്കോടെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് PR സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് PR അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ നടപടി എന്ന് വിചാരിച്ചു. അതായത് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും ബാധിപ്പിക്കും, സ്കിൽ വർക്കേഴ്സിനെയും ബാധിക്കുന്ന രീതി തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട്, അവർ ശക്തമായിട്ട് തന്നെ ഇതിനെ എതിർക്കും. പിന്നെ ഇത് 1-2 കേസ് കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ കോടതി അന്നേരം തന്നെ ഇത് എടുത്ത് വാരി ഒറ്റ ഏറെറിയും, തൂത്ത് ഒരേറെറിയും. കാരണം കോടതി ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കത്തില്ല, ഇങ്ങനെയുള്ള ചീറ്റിങ്ങിനൊന്നും ബിട്രയലിൽ നിന്നും നിൽക്കത്തില്ല. ഇത് ബിട്രയലാണെന്ന് കോടതിനെ ബോധിപ്പിക്കാനായിട്ട് അത്ര വലിയ സംഭവമൊന്നുമില്ല. അവരോട് കറക്റ്റ് ആ സ്പോൺസർഷിപ്പിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അവർക്ക് ഇതൊരു ചീറ്റിംഗ് ആണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടും. അവരിത് നിലനിൽക്കാനായിട്ട്, ഇങ്ങനൊരു റൂൾ വരാനായിട്ട് അവർ സമ്മതിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.